ഹലോ. അപ്പോൾ കൂപ്പർ പാർട്ട് 2. എത്ര ഓടിയാലും മടുക്കാത്ത, എത്ര ഓടിയാലും ടയേർഡാവാത്തൊരു ബ്രീഡാണ് പൊതുവേ ഇന്ത്യൻ ബ്രീഡ്സ്. നമ്മുടെ കൂപ്പറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡോഗ്സിന് നല്ല ഫ്രീഡം കൊടുത്ത് വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ട്രെയിനിങ്ങാണ് റീകോൾ ട്രെയിനിങ്ങും അതുപോലെ ക്രൈറ്റിലേക്ക് കയറാനുള്ള ട്രെയിനിങ്ങും. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡോഗിന് നന്നായിട്ട് ഫ്രീഡം കൊടുക്കാൻ പറ്റൂ. വിളിച്ചാൽ വരാത്തൊരു ഡോഗിനെ ഒരിക്കലും അതിൻ്റെ ഓണറിന് എപ്പോഴും ഫ്രീഡം കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചവൻ വിളിച്ച ആൾ വരില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോഗിനെ എല്ലാവരും എപ്പോഴും തുറന്നു വിടാൻ പോകുന്നില്ല. നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതാണ് പല വീടുകളിലും ചങ്ങലയിൽ നിന്നൊന്ന് അഴിക്കാൻ പോലും തയ്യാറാവാതെ ഡോഗിനെ കെട്ടിയിട്ടേക്കുന്നത്. കാരണം അവർ പറയുന്ന റീസൺ, അഴിച്ചു കഴിഞ്ഞാൽ ഇവൻ പഞ്ചായത്ത് മുഴുവൻ കറങ്ങി വരും, വിളിച്ചാൽ വരില്ല. അപ്പോൾ ഇതെല്ലാ ഡോഗ്സിനും ഉള്ള കോമൺ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതിനെ ഫിക്സ് ചെയ്യാനായിട്ടാണ് റീകോൾ ട്രെയിനിങ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം എന്ന് പറയുന്നത്. കൂപ്പർ ഇപ്പോൾ അതിനോട് നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വെയിലായാലും മഴയായാലും ഇങ്ങനെ തന്നെ ഡോഗിനോട് പ്രാക്ടീസ് ചെയ്യാം.